അപ്പോൾ എൻ്റെ ഒരു പാർട്ട് ടൈം ജോലി ഒരു സ്കൂളിലായിരുന്നു, മറ്റേത് ഒരു ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിലുമായിരുന്നു. അതൊക്കെ എൻ്റെ ഷിഫ്റ്റിൻ്റെ എണ്ണമൊക്കെ കുറയാൻ തുടങ്ങി. 3 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 1 ആയി. പിന്നെ ഒരു ഷിഫ്റ്റും തരാത്ത ഒരു രീതിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ചൈനീസ് ആൾക്കാരിൽ നിന്ന് വരെ റേസിസം കിട്ടാൻ തുടങ്ങിയല്ലോ എന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പേരൻസിന് ഉണ്ടായ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അൺകംഫർട്ടബിൾ ടോപ്പിക്കാണ്, റേസിസം ഇൻ ഓസ്ട്രേലിയ. ഞാനൊരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്, പക്ഷേ ഇപ്പോൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ഫിൻലാൻഡിലാണ്. എനിക്ക് ഓസ്ട്രേലിയയിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയത് ഒരു 2007 ഞാൻ പോയത് ബ്രിസ്ബൻ സിറ്റിയിലോട്ടാണ്. മറ്റ് സിറ്റീസിനെ അപേക്ഷിച്ച് ബ്രിസ്ബൻ കുറച്ച് കൂടുതൽ റേസിസ്റ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ വളരെ നന്നായിട്ട് തോന്നിയിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെയാണ് പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ. പിന്നെ ഉണ്ടായ ചില അനുഭവങ്ങൾ കാരണം ഈ ഒരു ചിന്തയ്ക്ക് ചെറിയൊരു സംശയം തട്ടി. ഞാൻ ഓസ്ട്രേലിയയിൽ പോയത് സ്റ്റുഡൻറ് വിസയിലായിരുന്നു. അപ്പം 2 പാർട്ട് ടൈം ജോലിയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി പോകണം, അസൈൻമെന്റ്സ് ചെയ്യണം, അങ്ങനെ ആകെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയാണ് അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പാർട്ട് ടൈം ജോലി ഒരു സ്കൂളിലായിരുന്നു, മറ്റേത് ഒരു ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിലുമായിരുന്നു. സ്കൂളിലെ ജോലി എനിക്കൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്, എൻ്റെ കൂടെ ബാംഗ്ലൂരൊക്കെ പഠിച്ച നേരത്തെ പരിചയമുള്ള ഒരാൾ വഴി. ഈ ജോലി കുറച്ചൊരു ഡേ കെയർ മാതിരിയാണ്. സ്കൂൾ കഴിഞ്ഞിട്ട് പേരൻസ് വിളിക്കാൻ വരുന്നിടം വരെ കുട്ടികളെ നമ്മൾ നോക്കുക, അവർക്കുള്ള ഈവനിങ് സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യുക, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരു ജോലി. അപ്പോൾ ഞാൻ അവിടെ കുറേ മാസമൊക്കെ ജോലി ചെയ്തു, എല്ലാം വളരെ നന്നായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അതിൻ്റെ കോർഡിനേറ്റർക്ക് ഒരു ട്രാൻസ്ഫർ ആയിട്ട് പുള്ളി വേറൊരു സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ലേഡിയാണ് ഈ പുള്ളിയെ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഇവർ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ആ ഫ്രണ്ടിനെ അങ്ങ് ഫയർ ചെയ്തു, എന്നുവെച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഞാൻ പിന്നെ അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരു കാര്യമായിട്ടൊക്കെയാണ് പെരുമാറിയതൊക്കെ. എനിക്ക് ആഴ്ചയിൽ ഒരു 3 ഷിഫ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഈ സ്കൂൾ എന്ന് പറയുന്ന ഒരു പട്ടിക്കാട്ടിലായിരുന്നു. അപ്പോൾ നമ്മളൊരു ബസ്സും 2 ട്രെയിനും ഒക്കെ മാറി വേണം അവിടെ പോകാനായിട്ട്. അതൊക്കെ എൻ്റെ ഷിഫ്റ്റിൻ്റെ എണ്ണമൊക്കെ കുറയാൻ തുടങ്ങി. 3 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 1 ആയി. പിന്നെ ഒരു ഷിഫ്റ്റും തരാത്ത ഒരു രീതിയിലേക്ക് പോയി. പിന്നെ എനിക്കും പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാനൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. അന്ന് രണ്ടാമതൊരു ജോലി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോയി. ഇതൊരു അനുഭവം. മറ്റേത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു. ഒരു കസ്റ്റമറിൻ്റെ വക തെറി വിളി കേൾക്കേണ്ടി വന്നു. ഒരു ഓർഡർ എന്തോ തെറ്റിച്ചതിനായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ദേഷ്യത്തിൽ യു ഇന്ത്യൻസ് എന്ന് അങ്ങനൊരു കമൻറ്റ് പാസ്സാക്കിയിരുന്നു. വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ ഒരു മാസം എന്തോ പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു ചൈനീസ് ലേഡി, പുള്ളിക്കാരിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യൻ ആണ്. അപ്പോൾ അവർ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചോദിച്ചു, ഇന്ത്യൻസ് ആണോ ഇങ്ങനെ കൈ കൊണ്ട് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരി ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വരാ, ചൈനീസ് ആൾക്കാരിൽ നിന്ന് വരെ റേസിസം കിട്ടാൻ തുടങ്ങിയല്ലോ എന്ന്. ഇത് ബ്രിസ്ബനിലെ കാര്യം. ഇനി അടുത്തത് മെൽബണിൽ നടന്ന ഒരു സംഭവം. ഞാൻ എൻ്റെ ഒരു സോഫ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈൻ ആഡ് കൊടുത്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഓസ്ട്രേലിയൻ ലേഡിയാണ് വന്നത് സോഫ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് സോഫയൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചിട്ടൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോയി. എന്നിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൽ പറയുന്നത് അവർക്ക് സോഫയും ഒക്കെ ഇഷ്ടപ്പെട്ടു, കളറും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് ഒരു സംശയം, ഞാൻ ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പം ആ കറിയുടെയൊക്കെ സ്മെല്ല് ആ സോഫയിലൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നതാണ് അവരുടെ ഒരു കൺസേൺ. ഇത് ശരിക്കും ഒരു റിയൽ പ്രോബ്ലമാണ്. എസ്പെഷ്യലി കിച്ചണും ലിവിങ് റൂമും ഒക്കെ ഒരു കമ്പൈൻഡ് സെറ്റപ്പിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ്. പക്ഷേ എൻ്റെ അന്നത്തെ കിച്ചൺ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കിച്ചൺ ആയിരുന്നു. എന്നിട്ടും അവർക്ക് അത് ഒരു പ്രോബ്ലമായിട്ട് തോന്നി. ഈ അടുത്തിടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു, ലണ്ടനിലോ മറ്റോ ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യൻസിന് വീട് റെൻറ്റിന് കൊടുക്കാനും ഒക്കെ ആളുകൾക്ക് മടിയാണെന്ന്. അവർ പറയുന്നത് എത്ര ഡീപ്പ് ക്ലീൻ ചെയ്താലും അതിൻ്റെ ആ ഒരു സ്മെല്ല് അതിനകത്ത് തന്നെ നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റേസിസം ഒക്കെ നിങ്ങൾ ഏത് വെസ്റ്റേൺ കൺട്രീസിൽ പോയാലും അനുഭവിക്കേണ്ടി വരും എന്നതാണ് എനിക്ക് തോന്നുന്നത്. ചില അബദ്ധങ്ങളൊക്കെ നമ്മൾക്ക് അവരുടെ കൾച്ചറും ലാംഗ്വേജും ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ബ്രിസ്ബനിലൊക്കെ ഭയങ്കര സ്ട്രോങ് ഓസ്ട്രേലിയൻ ആക്സെൻറ്റിലാണ് അവർ സംസാരിക്കുന്നത്. ആദ്യമൊക്കെ ചെന്നപ്പം ഇവർ ഇംഗ്ലീഷ് തന്നെയാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ വാക്കുകളൊക്കെ ഒരുപാട് ചുരുക്കി ഒരുപാട് ഷോർട്ട് ഫോമിലാണ് ഇവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു സ്ലാങ്, പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ ഫ്രേസസും ഒക്കെ ഓസ്ട്രേലിയൻസ് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പേരൻസിന് ഉണ്ടായ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് പറയാം. അപ്പോൾ ഈ പുള്ളി ശ്രീലങ്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ആയതാണ് ഒരു 6-7 വയസ്സുള്ളപ്പോൾ. അപ്പോൾ പുള്ളിയുടെ പേരൻസ് ആണ് ശരിക്കും മൂവ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു നെയ്ബർ, ഒരു ഓസ്ട്രേലിയൻ നെയ്ബർ ഇവരെ എന്തോ ഒരു ഡിന്നറിനും എന്തോ ഇൻവൈറ്റ് ചെയ്തു.
അപ്പോൾ ഇവർ ചോദിച്ചു ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓ നോ ജസ്റ്റ് ബ്രിങ് എ പ്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിങ് എ പ്ലേറ്റ് എന്ന് പറഞ്ഞപ്പം ഇവർ വിചാരിച്ചു 2 പ്ലേറ്റും കൊണ്ടങ്ങ് പോയാൽ മതി, കഴിക്കാനുള്ള ഫുഡൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ശരിക്കും അവർ ഉദ്ദേശിച്ചത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും ചെറിയ കുക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരൂ എന്നതാണ്. അപ്പോൾ പുള്ളിയുടെ പേരൻസിന് അത് ഭയങ്കര ഒരു എംബാരസ്മെൻ്റ് ഒക്കെ ആയിരുന്നു എന്ന് അവരെപ്പോഴും പറയുമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് പറയുന്ന അമേരിക്ക പോലെയോ പഴയ സൗത്ത് ആഫ്രിക്ക പോലെയോ ഒന്നും ഒരു ഓപ്പൺലി റേസിസ്റ്റ് കൺട്രി അല്ല. ലീഗലി റേസിസം കുറ്റകരമാണ്. പിന്നെ വർക്ക് ഡിസ്ക്രിമിനേഷനൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിനും ഭയങ്കര സ്ട്രിക്റ്റ് ലോസ് ഉണ്ട് ഇവിടെ. ഓസ്ട്രേലിയയിലെ റേസിസം കുറച്ച് പൊളൈറ്റും കുറച്ച് സട്ടിലും ഒക്കെ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ് റേസിസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജോബ് റിജക്ഷൻസിലൊക്കെ ചിലപ്പോൾ ആരും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് അവരുടെ ഒരു ഇന്നർ സർക്കിളിൽ ആയിരിക്കില്ല. നിങ്ങളുടെ പേര് ജോൺ, മൈക്കിൾ, ഡേവിഡ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷേ മുഹമ്മദ് എന്നോ രാജേഷ് എന്നോ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റർവ്യൂ കോളിനെ അഫക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പേര് ഫിലിപ്പ് എന്നായതുകൊണ്ടായിരിക്കും ചിലപ്പം ആ സോഫ കാണാൻ വന്ന ലേഡി കാണാൻ തന്നെ വന്നത്. ചിലപ്പം അല്ലെങ്കിൽ അവർ എൻ്റെ പേര് വല്ല രാജേഷ് എന്നോ വല്ല ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ആഡിന് റെസ്പോണ്ട് പോലും ചെയ്യത്തില്ലായിരുന്നു. ഓസ്ട്രേലിയ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. പക്ഷേ നിങ്ങളുടെ ആക്സെൻറ്റ് ഒരുപാട് മാറ്റർ ചെയ്യും. നിങ്ങൾക്കൊരു ഇന്ത്യനോ ഏഷ്യനോ ആക്സെൻ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ലെസ് കോമ്പറ്റൻ്റ് ആണെന്നും ലീഡർഷിപ്പ് റോൾസ് ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും ഒക്കെ ഇവർ ചിലപ്പോൾ അസ്യൂം ചെയ്യും. നിങ്ങളുടെ ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അവർ ജഡ്ജ് ചെയ്തേക്കാം. ജോലി കിട്ടാൻ പോസിബിൾ ആണ്, പക്ഷേ ജോലിയിൽ ഗ്രോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് റോൾസിലൊക്കെ കൂടുതലായും വൈറ്റ് ഓസ്ട്രേലിയൻസ് തന്നെയാണ്. പിന്നെ റേസിസവും ക്യൂരിയോസിറ്റിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഇന്ത്യൻസ് കൈകൊണ്ടാണോ കഴിക്കുന്നതെന്നൊക്കെ അവരുടെ ഒരു ജെന്യുവൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതും ആവാം. പക്ഷേ ക്യൂരിയോസിറ്റി ചിലപ്പോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ആയി മാറാറുണ്ട്. ഒരു ഇന്ത്യൻ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ എല്ലാ ഇന്ത്യൻസും അങ്ങനെയാണെന്ന് പറയുന്നത് റേസിസമാണ്. കോവിഡിൻ്റെ സമയത്ത് ചൈനീസ് സ്റ്റുഡൻസിൻ്റെയും ഏഷ്യൻ സ്റ്റുഡൻസിൻ്റെയും ഒക്കെ എതിരായിട്ട് ഒരുപാട് അറ്റാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ശരിക്കുള്ള റേസിസം പുറത്തു വരും. പക്ഷേ ഓസ്ട്രേലിയയിലെ ഒരു റേസിസം മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴും അമേരിക്കയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഫ്രീഡവും ഒക്കെ ബെറ്റർ ആവും. എക്കോണമിക്കലിയും നിങ്ങൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. പക്ഷേ നിങ്ങളെപ്പോഴും ഒരു മൈഗ്രൻ്റ് തന്നെയായിരിക്കും. നിങ്ങളൊരു ഇന്ത്യൻ ഓസ്ട്രേലിയൻ ആയിരിക്കും, നോട്ട് ആൻ ഓസ്ട്രേലിയൻ. നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, പക്ഷേ നിങ്ങൾ അത്ര പെട്ടെന്ന് രക്ഷപ്പെടില്ല. ഇതൊക്കെയാണെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ് തന്നെയാണ്. എനിക്ക് ഫിൻലൻഡിനേക്കാളും ചിലപ്പോൾ ഇന്ത്യയെക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ.